ഹലോ ഗായ്സ്, അപ്പോൾ ഒരു വാട്ട ഈറ്റിനിടെ ആയല്ലോ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നത് ഗോതമ്പിൻ്റെ അപ്പവും സാമ്പാറുമാണ് കേട്ടോ. പൊതുവേ എല്ലാ മിഡിൽ ക്ലാസ് വീട്ടിലുള്ള പോലെ തന്നെ ഇവിടെ എപ്പോഴും ദോശയായിരിക്കും, അല്ലെങ്കിൽ കള്ളപ്പമായിരിക്കും, സാമ്പാറായിരിക്കും, അല്ലെങ്കിൽ പുട്ടായിരിക്കും. പണ്ടൊക്കെ ഇന്ന ഫുഡ് കിട്ടിയാലേ കഴിക്കുമെന്നായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പം അങ്ങനെയൊന്നുമില്ല, എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കും. പക്ഷേ അപ്പോഴും ഇപ്പോഴും മാറ്റമില്ലാത്തൊരു സംഭവമുണ്ട്, ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്. സ്കൂൾ പഠിക്കുന്ന സമയത്തൊക്കെ ആയിരുന്നു ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചിട്ട് പോകും. എന്നോട് ആരോ അമ്മയാന്ന് തോന്നുന്നു എന്നെ പറഞ്ഞ് പറ്റിച്ചു, കഞ്ഞി കുടിച്ചാൽ വണ്ണം വെക്കും. അങ്ങനെ ഞാൻ കുറേ കഞ്ഞിയും പയറും തിന്ന് വേസ്റ്റ് ആയതല്ലാതെ ഒരു ഉപകാരം ഉണ്ടായിട്ട്. ക്ലാസ്സൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഒരു 10-11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പറമ്പിൽ കുറേ കൊക്കോ നിൽപ്പുണ്ട്. അപ്പം എനിക്ക് കണ്ടപ്പോൾ പറിച്ച് തിന്നാനൊരു പൂതി. സംഭവം മൂത്തിട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ഈ പച്ച എടുത്ത് കഴിക്കുമ്പം നമ്മുടെ ഈ പനിനീർച്ചാമ്പ് തിന്നുന്ന പോലത്തെ ഒരു ഇതായിരിക്കും. അപ്പം ഞാൻ എന്തായാലും കണ്ടപ്പോൾ ഒരെണ്ണം പറിച്ച് തിന്നേ ഉള്ളൂ, ഫുള്ളൊന്നും കഴിച്ചില്ല കേട്ടോ. ഇത് എടുത്തപടി ഞാൻ കളഞ്ഞു. പഴുത്ത കൊക്കോ തന്നെ ഒരെണ്ണം എടുത്താൽ പോലും ഞാനത് മുഴുവൻ കഴിക്കില്ല കേട്ടോ. പകുതി ഞാനൊന്നേ അവർക്ക് ആർക്കെങ്കിലുമൊക്കെ കൊടുക്കും, അതൊക്കെയാണ് പതിവ്. പിന്നെ ഞാൻ അത്ര കൊക്കോ എനിക്ക് ഇഷ്ടമൊന്നുമല്ല. പിന്നെ കണ്ടപ്പോൾ എടുത്ത് തിന്നുന്നേ ഉള്ളൂ. ഒന്നെങ്കിൽ പേരയ്ക്ക, അല്ലെങ്കിൽ നമ്മുടെ ആത്തപ്പഴം, അങ്ങനെയുള്ള സാധനങ്ങളോടൊക്കെ ആയിട്ട് എനിക്ക് കൂടുതൽ. പിന്നെ പപ്പയുടെ വീട്ടിൽ പോയി വന്നപ്പം കുറച്ച് റംബൂട്ടാനും നല്ല മുട്ടപ്പഴമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. റംബൂട്ടാനൊക്കെ അപ്പം തന്നെ ഞങ്ങൾ തിന്നു തീർത്തായിരുന്നു. പിന്നെ മുട്ടപ്പഴം കുറേ പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഇവിടെ മുട്ടപ്പഴം ഉണ്ടെങ്കിൽ ഞാൻ കഴിക്കത്തില്ല. പിന്നെ കൊണ്ടുവന്ന സ്ഥിതിക്ക് ഞാൻ ഒരെണ്ണം എടുത്ത് തിന്നു നോക്കിയിട്ടു. പൊതുവേ എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടോണമെന്നില്ല കേട്ടോ. പിന്നെ അത്ര നല്ല സ്മെല്ലൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കഴിച്ച് നോക്കിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് കേട്ടോ. ഡെയിലി ഒരു മുട്ട കഴിക്കുന്നതിനേക്കാൾ ഗുണങ്ങൾ ഇതൊരെണ്ണം കഴിച്ചാൽ കിട്ടുമെന്ന് കേട്ടോ പറയുന്നത്. എന്തൊക്കെ ഗുണങ്ങളുള്ള സാധനമാണ്, പക്ഷേ എനിക്ക് ഇതിൻ്റെ ചോയ്സ്. വേറെ ഏതൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് പെട്ടെന്ന് തീരും കേട്ടോ. പക്ഷേ മുട്ടപ്പഴം മാത്രം ആരും എടുത്ത് കഴിക്കത്തില്ല. പപ്പയ്ക്ക് മാത്രം ഇഷ്ടമുള്ളൊരു സാധനം അമ്മ ഇടയ്ക്ക് കഴിക്കാറുണ്ട്. പിന്നെ ഞാനത് തൊട്ട് നോക്കാറ് പോലും ഇല്ലല്ലോ. ഞാൻ ചെറുതായിരിക്കുന്ന സമയത്ത് വീട്ടിൽ കുറേ മുട്ടപ്പഴം ഉണ്ടാകുമായിരുന്നു കേട്ടോ. മുട്ടപ്പഴം ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ചാമ്പയ്ക്ക. ഈ സാധനം ഒന്നും ഞാൻ കഴിക്കത്തില്ല. എനിക്ക് ആകെ ഇഷ്ടമുണ്ടായിരുന്ന സംഭവം മാങ്ങ. അതായത് വലിയ ഒരു മാവുണ്ടായിരുന്നു. ഡെയിലി എൻ്റെ ചോട്ടിൽ പോയി മാങ്ങ പെറുക്കുക, കഴിക്കുക, ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള പണികൾ. എന്തോ കാര്യമായിട്ട് ചിന്തിച്ചിരുന്ന കേട്ടോ ഞാൻ കഴിക്കുന്നത്. കഴിച്ചിട്ട് സംഭവം തീരുന്നില്ല. അവസാനം ഇതിൻ്റെ കുരു എടുത്ത് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് വേണ്ട ഫ്രൂട്ട്സിൻ്റെ ഇതൊന്നും എടുത്ത് വെച്ചാൽ നട്ടം ഉണ്ടാകത്തില്ല കേട്ടോ. പക്ഷേ ഈ മുട്ടപ്പഴത്തിൻ്റെ കുരുവൊക്കെ നമ്മൾ വെറുതെ എടുത്ത് എറിഞ്ഞിട്ടാൽ മതി, ഒരു കൂട്ടമായിട്ട് മൊത്തം കിടന്നുണ്ടാകും. സാധാ നമ്മുടെ ജാതിക്കയുടെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന കുരു പോലെ കേട്ടോ, അതേ ഒരു ഷേപ്പിലാട്ടോ വരുന്നത്. എൻ്റെ കഴിക്കൽ കണ്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാന്ന് തോന്നുന്നു അവിടെ കിടന്ന് അവനായിട്ട് അപ്പുറത്ത് മാറി കേട്ടോ. പൊതുവെ അവന് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സാധനമായിരുന്നെങ്കിൽ അവൻ എൻ്റെ അടുത്തുനിന്ന് മാറത്തില്ല. അത് തീരുന്നേടം വരെ എൻ്റെ അടുത്ത് വന്നിരിക്കും കേട്ടോ. രാവിലെ എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയാവേണ്ട ഞാൻ അധികം ഒന്നും കഴിക്കില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് പറ്റുവാണെങ്കിൽ കുറേ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അല്ലാണ്ട് എനിക്ക് കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഈ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഭക്ഷണം കഴിക്കുന്നവരെ സമ്മതിച്ചേ പറ്റൂ കേട്ടോ. ഇവരുടെ വയറ്റിൽ എവിടെ നിന്ന് ഇതിന് മാത്രം സ്പേസ്? ഓരോ വീഡിയോയിലുള്ളവരൊക്കെ ഇങ്ങനെ 5 മിനിറ്റ് കൂടുമ്പോഴത്തേക്കും ഓരോ ഭക്ഷണം കഴിക്കുന്നതാണ്. അപ്പം എനിക്കും അങ്ങനെ കഴിക്കണമെന്ന് ആഗ്രഹമൊക്കെ തോന്നാറുണ്ട്. പക്ഷേ ഇത്തിരി കഴിക്കുമ്പോഴത്തേക്കും എൻ്റെ വയറ് ചെറുതായതുകൊണ്ട് എൻ്റെ പെട്ടെന്ന് നിറഞ്ഞു പോകും. എന്ത് ചെയ്യാനാണ്? എനിക്കൊന്ന് മെലിഞ്ഞിരിക്കുന്നവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇതായിരിക്കുമെന്ന്. കാരണം ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ അവർക്കത് പറ്റത്തില്ല. അങ്ങനെ കുറേ നേരത്തെ പ്രയത്നത്തിലൊടുവിൽ ആ കുരുവിൻ്റെ മുകളിലിരുന്ന തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒന്ന് അടുക്കളയിൽ ചെന്ന് നോക്കുമ്പം അവിടെ 2 പഴമിരിപ്പുണ്ടായിരുന്നു. അപ്പം അതിലൊരെണ്ണം എടുത്തൊന്ന് തിന്നു. പൊതുവേ കുറേ പഴുത്ത ഓവറായ പഴത്തിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. പൊതുവേ നമ്മുടെ ഈ പഴംപൊരിക്കകത്തുണ്ടാകുന്ന കുറേ പഴുത്ത പഴം അത് ഞാൻ കഴിക്കത്തില്ല. എനിക്ക് നല്ല പച്ചയായിട്ടുള്ള പഴം പുഴുങ്ങി കഴിക്കുന്ന കേട്ടോ ഇഷ്ടം. ഈ ഒരു പേരയിലൊരു പേരയ്ക്ക ഞാൻ നോക്കി വെച്ചായിരുന്നു, പക്ഷേ സംഭവം പഴുത്ത് ചാടിപ്പോയി. പിന്നെ വൈകുന്നേരം വീട്ടിൽ ചായ കുടിക്കുന്നൊരു പതിവുണ്ട് കേട്ടോ. അപ്പോൾ ചായക്ക് മിച്ചറുണ്ടായിരുന്നു. മിച്ചറൊന്നും ഞാൻ അധികം എടുത്ത് കഴിക്കത്തില്ല കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് മുറുക്കുണ്ടായിരുന്നു. മുറുക്കിൻ്റെ ഒപ്പം പിന്നെ റസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എല്ലാ റസ്ക്കൊന്നും ഞാൻ കഴിക്കത്തില്ല. ഇതിനെന്തോ പേര് പറയും, ഗീ റസ്ക്. അപ്പം ഇത് മാത്രം എടുത്ത് പാല് മുക്കി കഴിച്ചാലേ ഒരു ടേസ്റ്റ് ഉള്ളൂ കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. ഭക്ഷണം കഴിച്ച് ഏറ്റപ്പോഴാണ് വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ രാത്രി ചോറിന് തോരൻ ഉണ്ടായിരുന്നു, പിന്നെ സാമ്പാറുണ്ടായിരുന്നു, പിന്നെ ഒരു ബുൾസൈയും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവൻ രാത്രി കഞ്ഞിയായിട്ട് കുടിക്കുന്നത്. അപ്പോൾ അവൻ കഞ്ഞി കുടിക്കുക എന്നൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ സൗണ്ട് അപ്പോൾ കട്ടാക്കിയതാണ്. അവൻ HR എന്തൊക്കെയോ എടുത്ത് കാണും. അപ്പോൾ അമ്മ ആ വഴി കൂടെ എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു സാധാ വാട്ട ഈറ്റിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ബൈ.